ഹലോ, ഇന്ന് നമ്മളോടൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഗസ്റ്റിൻ്റെ പേര് വിളിയാണ് ഇന്ന്. അപ്പം നമ്മൾ അങ്ങനെ പരിപാടിയായിട്ടൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ പേര് കിട്ടുവാണ്, സോറി ചരട് കിട്ടുവാണ്, ഇത് പേര് വിളിക്കുകയാണ്. ഇപ്പം സമയം എത്ര മണിയായി എന്നറിയാമോ? 4:30 മണിയായിട്ടുള്ളൂ. അശ്വതിക്ക് ഇപ്പോഴാണ് നേരം വെളുത്തേ, അമേരിക്കക്കാരിയാണ്. രാവിലത്തെ സമയം ഞങ്ങൾ ഉറങ്ങും, രാത്രി ഞങ്ങൾ എണീക്കും. വായ്പ വിളിച്ച് നോക്കി. അപ്പം നമ്മളിതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതുണ്ടോ ഓരോന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടു. ബാക്കിയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ പേര് വിളിക്കുന്നതും എന്താ പേരും എന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. ഒഫീഷ്യലായിട്ടൊന്നും ഇടട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. അപ്പോൾ പേരുള്ളിട്ട് ചടങ്ങിന് ആവശ്യമുള്ള സാമഗ്രികളൊക്കെ റെഡിയാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൊച്ചിന് അണീച്ചൊരുക്കി കൊണ്ടുവന്നാൽ മാത്രം മതി കേട്ടോ. വലിയ അണീച്ചൊരുക്കിലൊന്നുള്ളത് ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോകണത്. കാരണം കൊച്ചിനെ തുണിയിലാണ്ട് എന്നിട്ടാണ് കേട്ടോ ചരടിടണം പേര് വിളിക്കണമൊക്കെ. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം പ്രസവരക്ഷയുടെ വീഡിയോ എടുത്ത സമയത്ത് കുഞ്ഞിനെ കുളിക്കുന്ന ഒരു വീഡിയോ കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബുകാർ അത് സമ്മതിച്ചില്ല. കുളിക്കുന്നതാണെങ്കിലും കുഞ്ഞിൻ്റെ ആണെങ്കിലും തുണിയില്ലാത്ത വീഡിയോ ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നേ. അതുകൊണ്ട് ഇതിൽ ഞാൻ ആ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അത് കട്ട് ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് 100 വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കാണുന്നതിൻ്റെ മടിയിലിരുന്നിട്ട് തളികയിൽ വെച്ച അരിയുടെ പുറത്ത് നിന്നിട്ടാണ് നൂല് കെട്ടിയതും പേര് വിളിച്ചതും. പേരിട്ടത് എന്താണെന്ന് വെച്ചാൽ സത്യകി എന്നാണ് കേട്ടോ. കൃഷ്ണൻ്റെ സാരഥി അഥവാ സത്യസന്ധത ഉള്ളവൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ചോദിച്ചിട്ട പേരാണ്. കാരണം അപ്പുണ്ണിയുടെ സമയത്തേ നമുക്ക് ഇഷ്ടമുള്ളൊരു പേരായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ആറ്റുനോറ്റ് കൊണ്ട വെച്ചിട്ടിട്ട പേരാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ പേരിടലൊക്കെ കഴിഞ്ഞിട്ട് തളയിടൽ വളയിടലൊക്കെ ആയിരുന്നു പരിപാടീസ്. വലിയ പരിപാടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. കുട്ടി പരിപാടീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 4 പേരും പിന്നെ അമ്മയും ചേട്ടനും സുബിയും മുത്തുമണിയും മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പം എല്ലാവരും ചെയ്യാറില്ല, ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയണേക്കാം. പക്ഷേ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ ഇത് കണ്ണ് എഴുതുക എന്നുള്ളത്. കാരണം 28 കഴിഞ്ഞാലാണ് നമ്മളിവിടെയൊക്കെ കണ്ണും പിരികൊക്കെ എഴുതി തുടങ്ങുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് വേണമെങ്കിൽ തന്നെ അത് എഴുതി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മുത്തുമണി ചേച്ചിയുടെ വക കുഞ്ഞാവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ അടിപൊളി ഡ്രസ്സായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പേര് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ വീഡിയോ. ഓക്കെ, ബൈ ബൈ, സീ യു.